ഇന്നലെ ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുത്തു. അതിനുശേഷം എല്ലാവരോടും ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഒരേ ഡിസിഷൻ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ചിലർ പറഞ്ഞു നല്ല ഡിസിഷനായിരുന്നു, ചിലർ അതിന് ഡൗട്ട് ചോദിച്ചു, ചിലർ റിസ്ക് പറഞ്ഞു, ചിലർ ഇപ്പം ചെയ്യണോ പിന്നീട് ചെയ്താൽ പോരെയും ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡിസിഷൻ അല്ല പ്രോബ്ലം, ഡിസിഷൻ പാറ്റേൺ ആണ് പ്രോബ്ലം. ഞാൻ എല്ലാവരോടും ഒന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, ഒന്ന് ഷോൾഡർ റിലാക്സ് ചെയ്യാൻ പറഞ്ഞു, നടു നിവർന്നിരിക്കാൻ പറഞ്ഞു, ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. അവർ ബോഡി മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിച്ചതിന് ശേഷം ആ ഡിസിഷൻ എടുക്കേണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. വൈ, എന്തിനാണ് ആ ഡിസിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഹൗ, എങ്ങനെ അത് നടപ്പിലാക്കണം. വാട്ട്, എന്താണ് ചെയ്യേണ്ടത്. എക്സ്പെക്റ്റഡ് ഔട്ട്കം, ആ ഡിസിഷനിൽ നിന്ന് എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയറായി പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഡിസിഷൻ്റെ ഭാഗമായി. അപ്പം അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. പലപ്പോഴും ഡിസിഷൻ അല്ല പ്രോബ്ലം, ആ ഡിസിഷൻ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, എന്താണ് എനിക്കതിന് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് വ്യക്തമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതാണ് പ്രോബ്ലം. ക്ലിയർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, അതിൻ്റെ പുറകെയുള്ള ഇൻറ്റൻഷൻ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലാണ്. വൺ ബ്രെത്ത്, കാം മൈൻഡ്, ക്ലിയർ ഇൻറ്റൻഷൻ, communicate clearly, then act. Better decision, better result.